സിനിമയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ആ രസകരമായ സംഭവ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. 1900 ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം എന്നറിയപ്പെടുന്ന ഗ്രാമം. അവിടെയാണ് മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ.സി. ഡാനിയൽ ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലേക്ക് വരുന്നു. ഈ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ്. കൊച്ചുകാലത്ത് തന്നെ സിനിമയോടും ആയോധന കലയോടൊക്കെ വലിയ കമ്പമുണ്ടായിരുന്നു ജെ.സി. ഡാനിയലിന്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് പല സ്റ്റുഡിയോകളിലും സിനിമയുടെ സാങ്കേതിക വശം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നെങ്കിലും ആരും തന്നെ സ്റ്റുഡിയോക്കകത്ത് കയറ്റിയില്ല. നിരാശനായി അദ്ദേഹം നേരെ ബോംബെയിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് അദ്ദേഹം സിനിമയുടെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. തിരികെ തിരുവനന്തപുരത്തെത്തുന്നു. തിരുവനന്തപുരത്തെത്തിയതിനു ശേഷം അദ്ദേഹം പട്ടത്ത് ഇന്നത്തെ PSC ഓഫീസിന് സമീപം ഒരു സ്റ്റുഡിയോ, സിനിമ സ്റ്റുഡിയോ സ്ഥാപിക്കുന്നു. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ അതാണ്. ഈ സ്റ്റുഡിയോ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ഒരു സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു. സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ പണം വേണ്ടേ? അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നേറ്റിക്കർക്ക് സമീപം പനച്ചമൂട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു 100 ഏക്കർ സ്ഥലം വിറ്റ് പണം സമ്പാദിച്ചു. ഈ പണം കൊണ്ട് അദ്ദേഹം വിഗതകുമാരൻ എന്നറിയപ്പെടുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നു. ഇതൊരു നിശബ്ദ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ നിശബ്ദ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ ഒരു അനൗൺസറും കൂടെ കാണും, അതിന്റെ കഥയും പശ്ചാത്തലവും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തിന്റെ ആദ്യ തിയേറ്ററായ ക്യാപിറ്റോൾ തിയേറ്ററിലാണ്. ഈ ക്യാപിറ്റോൾ തിയേറ്റർ ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് സമീപം AGC ഓഫീസിന് എതിർവശത്താണ് ഈ ക്യാപിറ്റോൾ തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്നത്. ആദ്യ പ്രദർശനം അലങ്കോലപ്പെട്ടു. കാരണം ഇതിൽ നായികയെ അഭിനയിച്ച ഒരു കീഴ്ജാതി സ്ത്രീ നായർ സ്ത്രീയുടെ വേഷമാണ് സിനിമയിൽ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ സവർണർ ഈ സിനിമയെ ആദ്യ പ്രദർശനത്തിൽ അലങ്കോലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. നായകനായിട്ട് വന്നത് ഡാനിയലിന്റെ മൂത്ത മകൻ തന്നെയായിരുന്നു. തികച്ചും ഈ സിനിമ പരാജയപ്പെടുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ തിയേറ്ററിലും നാഗർകോവിലും ആലപ്പുഴയിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിച്ചുവെങ്കിലും തികച്ചും പരാജയപ്പെട്ടു. സിനിമ പരാജയപ്പെട്ട് സാമ്പത്തികമായി കടക്കടിയിലായി ഡാനിയൽ. അതേ തുടർന്ന് അദ്ദേഹം സ്റ്റുഡിയോയും സാങ്കേതിക ഉപകരണങ്ങളെല്ലാം വിറ്റ് തിരികെ അഗസ്തീശ്വരം എന്നറിയപ്പെടുന്ന തന്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോയി. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ചില ദന്തൽ ചികിത്സയൊക്കെ നടത്തി ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കടക്കണിയിലായ ജെ.സി. ഡാനിയൽ സംസ്ഥാന സർക്കാർ അവശ്യ കലാകാരന്മാർക്ക് ആദ്യമായി ഏർപ്പെടുത്തിയ പെൻഷൻ 300 രൂപ പെൻഷന് അപേക്ഷ നൽകിയെങ്കിലും നമ്മുടെ മലയാള ചലച്ചിത്രത്തിന്റെ പിതാവായ ഡാനിയലിന് അത് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം നിശബ്ദ ചിത്രമായതുകൊണ്ട് ഇതിന് ഒരു മലയാള സിനിമയായിട്ട് അംഗീകരിക്കില്ല എന്നോ, അദ്ദേഹം തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ട് മലയാളം അറിയാമോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പെൻഷൻ നിഷേധിച്ചത്. പല പ്രാവശ്യവും പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കയറിയിറങ്ങിയെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പോയി. ഒടുവിൽ 1975 നമ്മുടെ മലയാള സിനിമയുടെ പിതാവായ ഡാനിയൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ വിധവയ്ക്ക് ഈ അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്.